നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വഴിയൊക്കെ ഉണ്ട്, പക്ഷെ അത് പ്രാവർത്തികമാക്കി എടുക്കാൻ ചില വിട്ടുവീഴ്ചകൾ വേണ്ടിവരും. എന്ത് വിട്ടുവീഴ്ചകൾക്ക് ഈ സത്യമ്മ തയ്യാറാ? എനിക്ക് എന്റെ മോനെ ജയിലിൽ നിന്നൊന്ന് ഇറക്കി കിട്ടിയാ മതി. പിന്നെ അറിയാലോ അവന്റെ ഒരു പ്രകൃതം. നിസ്സാര കാര്യങ്ങൾക്കുള്ള വാശി പിടിക്കൽ, ദേ അതൊന്നും നീ കാര്യമാക്കണ്ട. വിഷ്ണുവിന്റെ മനസ്സിൽ എന്തൊക്കെയോ പരിഭവങ്ങളും പിണക്കങ്ങളും ഉണ്ട്, ആരോടൊക്കെയോ ദേഷ്യവും ഉണ്ട്. പിന്നെ ഇപ്പോൾ വിഷ്ണുവിന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം അവന്റെ യഥാർത്ഥ ജീവിതത്തെ ബാധിക്കില്ല എന്നൊരു തോന്നൽ, അത് അവന് തന്നെ ഉണ്ടാവണം. മനസ്സ് മരവിച്ച് നിൽക്കുന്നതിന്റെ മുമ്പിൽ പുതിയൊരു ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളും സ്വപ്നങ്ങളും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഉള്ളിലുണ്ടായിട്ടുള്ള നിരാശയും വേദനയും മാറണം. എങ്കിൽ മാത്രമേ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള പേപ്പറിൽ അവൻ ഒപ്പിടാൻ സാധ്യതയുള്ളൂ. ഇല്ലെങ്കിൽ തന്റെ വിധിയെ പഴിച്ചുകൊണ്ട് കിട്ടുന്ന ശിക്ഷയും വാങ്ങി ജീവിതം കൽത്തുറങ്ങിനുള്ളിൽ ഹോമിക്കുവാൻ അവൻ തയ്യാറാവും. അതുണ്ടാവാതിരിക്കണമെങ്കിൽ ചില വിട്ടുവീഴ്ചകൾ വേണമെന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതും ഇതുകൊണ്ടാണ്. അത് സത്യാമ്മയുടെ ഭാഗത്തുനിന്ന് മാത്രമേ ഉണ്ടാവാനും പാടുള്ളൂ. എടാ, നീ എന്തോ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. നീ അതങ്ങ് തുറന്നു പറ. എടാ, നീ ഈ വീട്ടിൽ അന്യനൊന്നും അല്ലല്ലോ. ആ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് തന്നെ ഞാനിപ്പോ സത്യാമ്മയോട് സംസാരിക്കുന്നത്. വിഷ്ണുവിന്റെ സമ്മാനസാലെ ജാമ്യാപേക്ഷയിൽ ഒപ്പിടില്ല. പിന്നെ എന്താണ് മാർഗം? മാർഗം എന്തായാലും ലക്ഷ്യമാണല്ലോ സത്യാമ്മയെ പ്രധാനം. അങ്ങനെ നോക്കുമ്പോൾ വിഷ്ണുവിനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റുന്ന ഒരാളെ കൊണ്ട് വിഷ്ണുവുമായിട്ട് സംസാരിപ്പിക്കുക. അവൻ എതിര് പറയാൻ സാധ്യതയില്ലാത്ത ഒരാളെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കുക. പറഞ്ഞാൽ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരാൾ. നീ ആരുടെ കാര്യം ഈ പറയുന്നേ? സത്യാമ്മ മറ്റാരുമല്ല, ശാലിനി തന്നെ. സത്യമേ, ശാലിനിയെ കൊണ്ട് പറയിപ്പിക്കുക. വിഷ്ണു കേൾക്കും. ഞാൻ ആലോചിച്ചിട്ട് ഇത് മാത്രമേ വഴിയുള്ളൂ. സത്യമ്മ ആലോചിച്ചിട്ടൊരു തീരുമാനത്തിലെത്തിയാൽ മതി. എത്രയും വേഗം കാര്യങ്ങൾ നടന്നാൽ എല്ലാവർക്കും ഗുണകരമാകുന്ന വിധം എനിക്കെന്റെ ജോലി എത്രയും വേഗം തീർക്കാൻ പറ്റും. ഇല്ലെങ്കിൽ കാര്യങ്ങൾ നീണ്ടുപോയാൽ കഷ്ടത്തിലാവുന്നതും അനുഭവിക്കുന്നതും നമ്മുടെ വിഷ്ണു തന്നെയാവുന്നുള്ള കാര്യം ഓർമ്മ വേണം. പിന്നെ ഈ സമയത്ത് പകയും വിദ്വേഷമൊന്നും മനസ്സിൽ വെക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇതിപ്പോ നമ്മുടെ ആവശ്യമാണ്, അങ്ങനെ മാത്രം കരുതുക. അപ്പോൾ എല്ലാം മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ പറ്റും. സത്യം ആലോചിക്കേ, എന്നിട്ട് സത്യാമ്മ ശാലിനി പോയി എന്ന് കാണാൻ നോക്ക്. കാര്യങ്ങൾക്ക് മൊത്തത്തിലൊരു വേഗത ഉണ്ടാവട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.